ലൈഫ് സ്കിൽസ് പാർട്ട് 3. 10 ലൈഫ് സ്കില്ലുകളിൽ 6 എണ്ണമാണ് ലൈഫ് സ്കിൽ പാർട്ട് 2-ൽ ചർച്ച ചെയ്തത്. പാർട്ട് 1-ലാണ് 10 മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ കുറിച്ച് ചർച്ച ചെയ്തത്. ബാക്കിയുള്ള 4 സ്കില്ലുകളാണ് പാർട്ട് 3-ൽ ചർച്ച ചെയ്യുന്നത്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഇതിൽ 2 വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ, മറ്റൊന്ന് അതിൻ്റെ ഇഫക്റ്റീവ്നെസ്. എന്താണ് ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. 21-ാം നൂറ്റാണ്ടിൽ ലോകം ഇൻഫർമേഷൻ ഹൈവേയുടെ ഓരത്താണ് നിലനിൽക്കുന്നത്. വി ആർ ലിവിങ് ബൈ ദ സൈഡ് ഓഫ് ദി ഇൻഫർമേഷൻ ഹൈവേ ഇൻ ദി 21st സെഞ്ച്വറി. അതുകൊണ്ട് തന്നെ 21-ാം നൂറ്റാണ്ടിനെ ഇൻഫർമേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു നൂറ്റാണ്ടായിട്ടാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. ഏതൊരു ഇൻഫർമേഷനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവായി തീരുകയും വേണം. അതാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രാധാന്യത. ഏതൊരു കമ്മ്യൂണിക്കേഷനും 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് സോഴ്സ്, രണ്ടാമത്തേത് മീഡിയം, മൂന്നാമത്തേത് റിസീവർ. സോഴ്സിൽ നിന്നാണ് ഏതൊരു കമ്മ്യൂണിക്കേഷനും ആരംഭിക്കുന്നത്. അത് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടൊരു മീഡിയം ഉണ്ടായിരിക്കും. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഇൻഫർമേഷൻ റിസീവ് ചെയ്യാനായിട്ട് ഒരു പാർട്ടുണ്ടായിരിക്കും. ഒരു ക്ലാസ് നടത്തുന്ന കാര്യം ആലോചിക്കുകയാണെങ്കിൽ ടീച്ചറാണ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അതൊരു മൾട്ടിമീഡിയ ഓഡിയോ വിഷ്വൽ പ്രസൻറ്റേഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് എ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദ സ്റ്റുഡൻസ് ആർ ദി റിസീവേഴ്സ്. സോ ദർ വിൽ ബി എ സോഴ്സ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ദ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദർ ഇസ് എ മീഡിയം ത്രൂ വിച്ച് ദ കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ദർ ഇസ് എ റിസീവർ ഹു റിസീവ്സ് ദി കമ്മ്യൂണിക്കേഷൻ. ഇൻ്റർനെറ്റ് ആണല്ലോ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻ്റർനെറ്റിൽ പാക്കറ്റ് സ്വിച്ചിങ് മോഡിലാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. നമ്മളൊരു ഇമെയിൽ അയക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സോഴ്സ് ഐ ഡി ഉണ്ട്. ആ സോഴ്സ് ഐ ഡിയിൽ നിന്നാണ് നമ്മൾ ഇൻഫർമേഷൻ അയക്കുന്നത്. സോ ദാറ്റ് ഈസ് എ സോഴ്സ്. മീഡിയം എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ നെറ്റ്വർക്കാണ് ത്രൂ വിച്ച് ദ ഇൻഫർമേഷൻ ഈസ് സെൻഡ് ആസ് പാക്കറ്റ് സ്വിച്ചിങ്. നമ്മളൊരു ഇൻഫർമേഷൻ ഇൻ്റർനെറ്റിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിനെ ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആൻഡ് ദർ ഇസ് എ റിസീവിങ് ഇമെയിൽ ഐ ഡി, അവിടെയാണിത് സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ലോസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കമ്മ്യൂണിക്കേഷൻ വിൽ നോട്ട് ബി കംപ്ലീറ്റ്. സോഴ്സിൽ നിന്ന് എന്തെങ്കിലും ലോസസ് വരികയോ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മീഡിയത്തിൽ വെച്ച് എന്തെങ്കിലും ലോസസ് വരികയോ അതല്ലെങ്കിൽ റിസീവിങ് എൻഡിൽ എന്തെങ്കിലും ലോസസ് വരികയോ ചെയ്താൽ ദ കമ്മ്യൂണിക്കേഷൻ വിൽ നോട്ട് ബി കംപ്ലീറ്റ് ഓർ ഇഫക്റ്റീവ്. നേരത്തെ പറഞ്ഞ ക്ലാസ് റൂമിൻ്റെ ഉദാഹരണം തന്നെ എടുക്കുക. സോഴ്സായി പ്രവർത്തിക്കുന്ന ടീച്ചറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നടന്നില്ലെങ്കിൽ അതിൽ കുറേ ലോസസ് വരും. അതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മീഡിയം, അതായത് മൾട്ടിമീഡിയ ഓഡിയോ വിഷ്വലാണ് അതിൻ്റെ മീഡിയമെങ്കിൽ ടീച്ചറുടെ വോയിസിലോ അതല്ലെങ്കിൽ സ്ലൈഡ് പ്രസൻറ്റേഷനിലോ വരുന്ന ഡിസ്ട്രാക്ഷൻസ് ഒരുപക്ഷെ ആ കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കും. റിസീവിങ് എൻഡിലെ സ്റ്റുഡൻസാണ് ഇരിക്കുന്നത്. അവർ റിസപ്റ്റീവ് അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഇൻഫർമേഷൻ അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ദെൻ ഓൾസോ ദർ വിൽ ബി എ ലോസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അടുത്തത് നമുക്ക് ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഒരു ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹൗ ക്യാൻ വി മേക്ക് എ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആൻഡ് പെർഫെക്റ്റ്. അതിൻ്റെ ഒന്നാമത്തെ പോയിൻ്റ്, എ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി കംപ്ലീറ്റ്. എന്ത് ഇൻഫർമേഷനാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് പൂർണ്ണമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തത്, ഇറ്റ് ഷുഡ് ബി അൺആംബിക്വസ്. പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുവാൻ ഇടയാകുന്ന രീതിയിലായിരിക്കരുത് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ട്രാൻസ്മിഷൻ. അടുത്തൊരു പോയിൻ്റ്, ദ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഇൻ ടൈം. എൻ്റെ ഒരു ഇൻഫർമേഷനും അത് ആവശ്യമായി വരുന്ന സമയത്ത് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഡിലൈഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കില്ല. ആൻഡ് ഓൾസോ ദർ ആർ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടതായിട്ടുള്ള ചില ചാനൽസ് ഉണ്ട്. പ്രത്യേകിച്ച് ഹയറാർക്കിയുള്ള ഒരു ഓർഗനൈസേഷനിൽ ദർ ഇസ് എ കമ്മ്യൂണിക്കേഷൻ ചാനൽ. നമ്മളുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഒരു വിദ്യാർത്ഥി നേരിട്ടല്ല ഒരു കമ്മ്യൂണിക്കേഷൻ പ്രിൻസിപ്പൾക്ക് അതല്ലെങ്കിൽ അതിനും മുകളിലുള്ള ഒരു ഓഫീസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഒരു വിദ്യാർത്ഥി എഴുതുന്ന ഒരു അപേക്ഷ അത് ട്യൂട്ടറെ കാണിക്കുന്നു. ട്യൂട്ടർ അത് HODയുടെ റെക്കമെൻഡേഷനോട് കൂടെ പ്രിൻസിപ്പൾക്ക് സമർപ്പിക്കുന്നു. അത് അതിനും മുകളിൽ പരീക്ഷാഭവനിലേക്ക് അയക്കേണ്ടതാണെങ്കിൽ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ ദർ ഇസ് എ പെർഫെക്റ്റ്
ചാനൽ ഫോർ കമ്മ്യൂണിക്കേഷൻ. അത് ഹയറാർക്കി ഉള്ള സ്ഥാപനങ്ങളിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ഫാമിലിയിലും ഇതുപോലൊരു ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതും ആ ചാനലിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ ചില പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉത്ഭവിക്കും. പലപ്പോഴും നമ്മൾ പറയുന്ന തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാത്തതുകൊണ്ടാണ്. തെറ്റിദ്ധാരണ മീൻസ് ഇറ്റ് ഈസ് എ ഫെയിലിയർ ഇൻ കമ്മ്യൂണിക്കേഷൻ. ഒന്നുകിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടായിരിക്കില്ല, അതല്ലെങ്കിൽ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും, അതുമല്ലെങ്കിൽ ആംബിക്വസ് ആയിട്ട് പല രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന രീതിയിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടായിരിക്കുക, അതല്ലെങ്കിൽ യഥാസമയം ആ കമ്മ്യൂണിക്കേഷൻ ലഭിച്ചിരിക്കുകയില്ല. ഇപ്പോൾ ഒരു ഗ്രഹനാഥന് അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് ലഭിക്കേണ്ട ഒരു ഇൻഫർമേഷൻ സെർവൻറ്റിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത് ഒരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല. ബിക്കോസ് ദർ ഈസ് എ വയലേഷൻ ഇൻ ദി ചാനൽ ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് ഈ ഹയറാർക്കിയുള്ള ഓർഗനൈസേഷനിൽ ഈ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില കുടുംബ പശ്ചാത്തലത്തിൽ പലപ്പോഴും തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ് അമ്മായിമ്മയും മരുമകളും. എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നത്? പ്രധാനപ്പെട്ട കാരണം ഇഫക്റ്റീവ് അല്ല കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഐദർ ഇറ്റ് വിൽ ബി എ ഡിലേഡ് കമ്മ്യൂണിക്കേഷൻ or there will be a violation in the channels of communication or the communication may be ambiguous. പല രീതിയിൽ വ്യാഖ്യാനം ചെയ്യാവുന്ന രീതിയിലായിരിക്കും ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ്സിന് ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇൻകംപ്ലീറ്റ് ആൻഡ് ഡിലേഡ് കമ്മ്യൂണിക്കേഷൻ ആർ ഫ്യൂട്ടൈൽ. വൈകി വന്ന ബുദ്ധി എന്ന് പറയുന്നത് പോലെയാണ് ഡിലേഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായ സമയത്ത് ഇൻഫർമേഷൻ ലഭിക്കാതെ പിന്നീട് വന്ന ഒരു ഇൻഫർമേഷൻ ഒരിക്കലും ഉപയോഗപ്രദമായിരിക്കില്ല. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ടേക്ക് പ്ലേസ് ഇൻ ദ റൈറ്റ് ടൈം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി കംപ്ലീറ്റ്. ഒരു ഹാഫ് ഇൻഫർമേഷൻ ലഭിച്ചതുകൊണ്ട് നമുക്കതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിരിക്കുകയില്ല. ഒരു ഡ്രോയിങ് നൽകുമ്പോൾ അതിലെ സ്കെച്ച് മാത്രമേ ഉള്ളൂ, ഡയമെൻഷൻസ് ഇല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതല്ലെങ്കിൽ ആ ഡ്രോയിങ്ങിനകത്ത് ഡയമെൻഷൻസ് പാർട്ടായിട്ട് മാത്രമേ ഉള്ളൂ, കംപ്ലീറ്റ് ആയ ഡയമെൻഷൻസ് ഇല്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ്. അപ്പം അങ്ങനെയുള്ള ഡ്രോയിങ് ലഭിക്കുന്നതുകൊണ്ട് യാതൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നില്ല. അടുത്തൊരു പോയിന്റ്, ലെറ്റ് us ഡിസ്കസ് വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? ഒന്ന്, വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ വോയിസ് ആയിട്ട് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. സാധാരണയായി നടക്കുന്ന പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ടെലഫോണിക്കായിട്ട് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻസ് എല്ലാം വെർബൽ കമ്മ്യൂണിക്കേഷൻസാണ്. അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. ഭാഷ ഉപയോഗിക്കാതെ മറ്റേതെങ്കിലും ബോഡി ലാംഗ്വേജിൽ കൂടെ നടത്തുന്ന ആശയവിനിമയത്തെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു ഡെഫായിട്ടുള്ള ഒരാളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മുഖ്യമായും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ കൂടെയാണ്. അതിൻ്റെ ഒരു സൈൻ ലാംഗ്വേജ് ഉണ്ട്. ആ സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ഡെഫായിട്ടുള്ളൊരു വ്യക്തിയുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ സിവിൽ എഞ്ചിനീയറിങ്ങിൽ സർവേ നടത്തുമ്പോൾ, റേഞ്ചിങ്ങോ അതുപോലെ മറ്റു ഓപ്പറേഷൻസ് നടത്തുമ്പോൾ രണ്ട് എൻഡിലും നിൽക്കുന്ന വ്യക്തികൾ തമ്മിൽ നോൺ വെർബലായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ വിവിധ സ്പോർട്സ് ഈവൻസിൽ ഗെയിംസുകൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഫുട്ബോൾ, ക്രിക്കറ്റ്, ഇത്തരം കളികളിലെല്ലാം, ക്രിക്കറ്റിലാണെങ്കിൽ അമ്പയർ പല കമ്മ്യൂണിക്കേഷൻസും നോൺ വെർബലായിട്ടാണ് നടത്തുന്നത്. ഫുട്ബോളിൽ റഫറിയും അതുപോലെ ചില കമ്മ്യൂണിക്കേഷൻസ് നോൺ വെർബലായിട്ടാണ് നടത്തുന്നത്. റിഗർ എന്ന് പറയുന്ന ഒരു പോസ്റ്റുണ്ട്. ഗാൻട്രി ക്രെയിൻ അതുപോലെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാനായിട്ടാണ് ഈ റിഗറുടെ സേവനം ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് പോലെയുള്ള സ്ഥലങ്ങളിൽ പല ഭാഷ സംസാരിക്കുന്നവരുണ്ടായിരിക്കും. എല്ലാവർക്കും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടായിരിക്കുകയില്ല. അത്തരം സന്ദർഭങ്ങളിൽ ക്രെയിൻ ഓപ്പറേഷന് സിഗ്നൽസ് നൽകിയിട്ടാണ് ക്രെയിനിൻ്റെ ഓപ്പറേഷൻ നിയന്ത്രിക്കുന്നത്. അതിന് ഒരു നോൺ വെർബലായിട്ടുള്ള സൈൻ കോഡുണ്ട്. ആ സൈൻ കോഡ് പഠിച്ച് പ്രവർത്തിക്കുന്നവരെയാണ് റിഗേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇന്നും വയർലെസ് കമ്മ്യൂണിക്കേഷൻ്റെ ലോകത്തും റിഗേഴ്സിന് ചില മേഖലകളിൽ പ്രസക്തിയുണ്ട്. മറ്റൊന്ന് റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തുകളായി എഴുതി അയക്കുന്ന കമ്മ്യൂണിക്കേഷനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻസ് പലതും
റിട്ടൺ കമ്മ്യൂണിക്കേഷനാണ്. കാരണം എന്താണെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു രേഖ ആവശ്യമുള്ളത് കൊണ്ടാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷനായിട്ട് ഔദ്യോഗിക കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നത്. അടുത്തത് ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. ഇന്നത്തെ ടെലിവിഷൻ അതുപോലെ മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസാണ്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതും ഓഡിയോ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. അടുത്തത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഏതൊക്കെ രീതിയിലാണ് സാധാരണയായി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നതാണ്. ആദ്യത്തെ കാറ്റഗറി ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. അതായത് ഒരു സോഴ്സ് ഉണ്ട് ആൻഡ് ദെയർ ആർ മൾട്ടിപ്പിൾ റിസീവേഴ്സ്. കമ്മ്യൂണിക്കേഷൻ വൺ വേ ആണ്. സോഴ്സിൽ നിന്ന് റിസീവറിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. റിസീവർക്ക് തിരിച്ച് സോഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളില്ല. നമ്മളുടെ TV പ്രോഗ്രാമുകളും അതുപോലെ റേഡിയോ സ്റ്റേഷനും എല്ലാം ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. ഒരു ഇൻഫർമേഷൻ TV സ്റ്റേഷനിൽ നിന്നോ റേഡിയോ സ്റ്റേഷനിൽ നിന്നോ ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്നു. അത് അനേകം പേര് ശ്രവിക്കുന്നു. ദാറ്റ് ഈസ് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ വിച്ച് ഈസ് നോൺ ആസ് ബ്രോഡ്കാസ്റ്റിംഗ്. മറ്റൊന്ന് ഹാഫ് ഡ്യൂപ്ലക്സ് ആണ്. ബൈവേ കമ്മ്യൂണിക്കേഷൻ നടക്കും, പക്ഷേ വൺ അറ്റ് എ ടൈം. പോലീസിൻ്റെ എല്ലാം വയർലെസ് സെറ്റിൽ ഉപയോഗിക്കുന്നത് ഹാഫ് ഡ്യൂപ്ലക്സ് ആണ്. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, പക്ഷേ ഒരേ സമയത്ത് ഒരാൾക്ക് മാത്രമേ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സംസാരിക്കുന്ന ആൾ സംസാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവർ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് തിരിച്ച് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത്തരം കമ്മ്യൂണിക്കേഷനെയാണ് ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് വിളിക്കുന്നത്. രണ്ട് ഡയറക്ഷനിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, പക്ഷേ ഒരേ സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ടെലഫോണെല്ലാം ഫുൾ ഡ്യൂപ്ലക്സ് ആണ്. മൊബൈൽ ഫോണായാലും ലാൻഡ് ഫോണായാലും ഫുൾ ഡ്യൂപ്ലക്സ് ആണ്. അതായത് ഒരേ സമയത്ത് സോഴ്സിൽ നിന്നും റിസീവറിലേക്കും റിസീവിംഗ് എൻഡിൽ നിന്ന് സോഴ്സിലേക്കും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ ഇൻ ബോത്ത് ഡയറക്ഷൻസ് simultaneously. Now let us discuss what are the causes of ineffective communication. ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവാതെ പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ മേ നോട്ട് ബി കംപ്ലീറ്റ്. പൂർണ്ണമായും ആ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എന്നില്ല. മറ്റൊന്ന്, ലോസസ് ഡ്യൂറിങ് ട്രാൻസ്മിഷൻ. വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു എൻവയറമെൻറ്റിലാണെങ്കിൽ, വളരെ നോയ്സ് ഉള്ളൊരു എൻവയറമെൻറ്റിലാണെങ്കിൽ സോഴ്സിൽ നിന്ന് റിസീവിങ് എൻഡിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇൻ്റർനെറ്റിലും പാക്കറ്റ് സ്വിച്ചിങ് നടത്തുമ്പോൾ ഇടയിലുള്ള ഏതെങ്കിലും പാക്കറ്റ്സ് നഷ്ടപ്പെട്ടാൽ ആ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുകയില്ല. പിന്നെയുള്ളത് റിസീവിങ് എൻഡിൽ അത് വേണ്ട രീതിയിലാണ് റിസീവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ് നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ ചിലപ്പോൾ അല്പം ആലസ്യത്തിലായിരിക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സുകൾ എഫക്റ്റീവ് ആവാത്തതിന് കാരണം ടീച്ചർ എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും റിസീവിങ് എൻഡിൽ അത് വേണ്ട രീതിയിൽ റിസീവ് ചെയ്തിരിക്കുകയില്ല. ഇതാണ് മറ്റൊരു കാരണം. വേറൊന്ന് എറേഴ്സാണ്. എറേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. അത് വെർബലായാലും നോൺ വെർബലായാലും കമ്മ്യൂണിക്കേഷനിൽ ചില എറേഴ്സ് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. വേറൊന്ന് വയലേഷൻ ഇൻ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഔദ്യോഗികമായ കമ്മ്യൂണിക്കേഷൻസിനെല്ലാം ദർ ഇസ് എ ഹൈറാർക്കി ചാനൽ. അത് പാലിക്കപ്പെടാതെ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ് എഫക്റ്റീവ് ആവുകയില്ല. പ്രോപ്പർ ചാനലിൽ അയക്കേണ്ട ഒരു കമ്മ്യൂണിക്കേഷൻ അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ എഫക്റ്റീവ് ആയിരിക്കുകയില്ല. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ് ആൻഡ് ഒബ്സർവിംഗ് ആണ്. ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ റിസീവർ വ്യക്തമായിട്ടും അത് ലിസൺ ചെയ്തിരിക്കണം. ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അത് വ്യൂ ചെയ്യുന്ന ആൾ വേണ്ട രീതിയിൽ ഒബ്സർവ് ചെയ്തിരിക്കണം. സോ ഫോർ ദി എഫക്റ്റീവ്നെസ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ ലിസണിങ് ആൻഡ് ഒബ്സർവിംഗ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ പേഴ്സണൽ ലൈഫ് ആൻഡ് അറ്റ് വർക്ക് പ്ലേസ് ആൻഡ് പബ്ലിക് ലൈഫ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കുന്നത്. അറിയേണ്ട ഇൻഫർമേഷൻസ് അറിയേണ്ടവർക്ക് തക്ക സമയത്ത് നൽകിയിരിക്കണം. അതുപോലെ തന്നെ ജോലിസ്ഥലത്തും എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. നമ്മളുടെ മുകളിൽ ജോലി ചെയ്യുന്നവരായിട്ടും നമ്മുടെ താഴെ ജോലി ചെയ്യുന്നവരായിട്ടും നമ്മുടെ സമന്മാരുമായിട്ടും പല ഓഫീസുകളുമായിട്ടും കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതായിട്ട് വരും. അപ്പോഴെല്ലാം
കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയില്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ഉണ്ടാവും. ഔദ്യോഗിക കത്ത് ഇടപാടുകളിൽ വേണ്ടത്ര ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് പല ഗവൺമെൻറ് പ്രോജക്റ്റുകളും വൈകുന്നത്. ഫസ്റ്റ് ലെറ്ററിൽ നൽകേണ്ട ഇൻഫർമേഷൻസ് ആ ലെറ്ററിൽ ഉണ്ടായിരിക്കുകയില്ല. വീണ്ടും മുകളിലെ ഓഫീസിൽ നിന്ന് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ചോദിച്ചുകൊണ്ട് താഴത്തെ ഓഫീസിലേക്ക് വീണ്ടും കത്തെഴുതും. അതിന് മറുപടി അയക്കുമ്പോഴും ഒരു പക്ഷേ പൂർണ്ണമായിരിക്കുകയില്ല. ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഔദ്യോഗിക കമ്മ്യൂണിക്കേഷനിൽ പല പ്രോജക്റ്റുകളും വൈകുന്നതിന് കാരണമാകുന്നത്. പബ്ലിക് ലൈഫിൽ, അതായത് പൊതുസേവന രംഗത്ത്, അത് പൊതുജന പ്രവർത്തകരായാലും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരായാലും കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആയി നടക്കാതെ വന്നാൽ അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇന്നെഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചില പ്രശ്നങ്ങൾ ചെന്ന് ചാടും. ആംബിക്യൂസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വീണ്ടും ചില പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവ് ആയെങ്കിൽ മാത്രമേ അത് ഫലപ്രദമായി തീരുകയുള്ളൂ. ഈ സമയത്ത് BSNLൻ്റെ ഒരു പരസ്യവാചകം ഓർക്കുകയാണ്. അതായത് ഒരു അമ്മ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് താലോലിക്കുകയാണ്. അപ്പോൾ അമ്മയും കുഞ്ഞും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. കുഞ്ഞ് സംസാരിക്കാറായിട്ടില്ല, പക്ഷെ അമ്മയ്ക്ക് അറിയാം കുഞ്ഞ് കരയുന്നത് എന്തിനാണ്, കുഞ്ഞിനിപ്പോൾ ആവശ്യമുള്ള കാര്യം എന്താണ്, കുഞ്ഞ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്, ഇതെല്ലാം ഒരു അമ്മയ്ക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ അടിക്കുറിപ്പാണ് ഏറ്റവും പ്രധാനം. certain types of communication does not need any technology and for the rest BSNL. അതായത് എല്ലാതരം കമ്മ്യൂണിക്കേഷനും ടെക്നോളജിയുടെ ആവശ്യമില്ല. പ്രത്യേകിച്ച് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് യാതൊരു ടെക്നോളജിയുടെയും ആവശ്യമില്ല. പക്ഷേ ബാക്കി എല്ലാറ്റിനും BSNL എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ഈ പറഞ്ഞ ഡിസ്കഷനിൽ നിന്നും എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എഫക്റ്റീവ്നെസ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ എന്ന് മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്കില്ലുണ്ടായിരിക്കണമെങ്കിൽ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആവശ്യമാണ്. ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്താണെന്നും അതെങ്ങനെ നേടണമെന്നുമൊക്കെ ഈ ലൈഫ് സ്കില്ലിൻ്റെ 1-ാം ഭാഗത്തിൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന ഭാഗത്തിൽ വിവരിച്ചിരുന്നു. വ്യക്തി സൗഹൃദങ്ങളുടെ ആവശ്യം എന്താണ്? ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഈസ് റിക്വയർഡ് ഫോർ ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ്. ഒരു സൗഹൃദപരമായ അന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ നല്ലൊരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ആവശ്യമാണ്. ചില ക്യാമ്പസുകൾ വളരെ കലുഷിതമായിരിക്കും. അത് അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനം മൂലമല്ല ക്യാമ്പസ് കലുഷിതമാകുന്നത്. അത് വ്യക്തമായി മനസ്സിലാക്കുക. അവിടെയുള്ള വ്യക്തികൾ തമ്മിൽ, അതായത് വിദ്യാർത്ഥികൾ തമ്മിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ അപാകതകളാണ് അവിടെ ഒരു ഹാർമോണിയസ് എൻവയറമെൻറ്റ് ഉണ്ടാകുന്നതിന് തടസ്സമാകുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ബട്ട് ദി ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് വിത്തൗട്ട് എനി ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. വ്യക്തിവൈരാഗ്യങ്ങൾ ഉത്ഭവിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിന്നാണ്. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഈസ് ഇമ്പോർട്ടൻ്റ് ഇൻ ലൈഫ് സ്കിൽ ആൻഡ് ഇറ്റ് ഈസ് കോംപ്ലിമെൻ്ററി ടു അതർ സ്കിൽസ് ഇൻ ദ ലൈറ്റ് ഓഫ് ട്രാൻസാക്ഷൻ അനാലിസിസ്. ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് വലിയൊരു സൈക്കോളജിയുടെ ഒരു വിഭാഗമാണ്. അതിൽ പല ഈഗോ സ്റ്റേറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്, അഡൽട്ട് ഈഗോ സ്റ്റേറ്റ്, അതുപോലെ തന്നെ ലിറ്റിൽ പ്രൊഫസർ, അതുപോലെ പല ഈഗോ സ്റ്റേറ്റുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഈഗോ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഐക്യത്തെയാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു സ്റ്റുഡൻറ്റ് ഒരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് അധ്യാപകനോടൊരു കമൻറ്റ് പറയുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ടീച്ചർ ക്ലാസ്സിൽ കയറി വരുമ്പോൾ മുന്നിലിരിക്കുന്ന ഒരു പെൺകുട്ടി ചിരിച്ചുകൊണ്ട് പറയാണ്, ടീച്ചറുടെ സാരി നന്നായിട്ടുണ്ട് കേട്ടോ. അതൊരു ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, വളരെ സിമ്പിളായിട്ട് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക റെസ്പോണ്ട് ചെയ്യാണ്, നിങ്ങൾ അധ്യാപകരുടെ വേഷത്തെക്കുറിച്ചൊന്നും കമൻറ്റ് പറയണ്ട. അതൊരു ക്രിട്ടിക്കൽ പാരൻറ്റിൻ്റെ ഈഗോ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ തിലകനെ പലപ്പോഴും ഒരു ക്രിട്ടിക്കൽ പാരൻ്റ് ഈഗോ സ്റ്റേറ്റുള്ള ഒരാളായിട്ടാണ് സിനിമയിൽ കാണുന്നത്. അതേസമയം പൃഥ്വിരാജിനെ ഒരു നർച്ചറിങ് പാരൻ്റ് ഈഗോ സ്റ്റേറ്റുള്ള ആളായിട്ട് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈഗോ സ്റ്റേറ്റുകൾ. അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് ഉണ്ട്, അതായത് മെച്യൂർഡ് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുന്നത് പോലെയുള്ള ഈഗോ സ്റ്റേറ്റിനാണ് അഡൽട്ട് ഈഗോ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു കുട്ടി സംസാരിക്കുന്നത് പോലെ വളരെ ചൈൽഡിഷ് ആയിട്ട് സംസാരിക്കുന്നതിനെയാണ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. സൂത്രക്കാരനും കൗശലക്കാരനുമായിട്ടുള്ള ഒരാളിനെയാണ് ലിറ്റിൽ പ്രൊഫസർ എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. ക്രിട്ടിക്കൽ പാരൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും വിമർശിക്കുക. ഐ ആം റൈറ്റ്, യു ആർ നോട്ട് റൈറ്റ്, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഞാനെല്ലാം ശരിയാണ്, നിങ്ങളാരും ശരിയല്ല എന്നുള്ള ഈഗോ സ്റ്റേറ്റിനെയാണ്
ക്രിട്ടിക്കൽ പാരൻ്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഐ ആം ഓക്കെ ആൻഡ് യു ആർ ഓൾസോ ഓക്കെ. ഞാനും നിങ്ങളും ശരിയാണെന്നുള്ള മാനസിക അവസ്ഥേനെയാണ് നർച്ചറിങ് പാരൻ്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ പരസ്യവാചകത്തിൽ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, പാരൻറ്റിൽ നിന്ന് പാർട്ട്ണറിലേക്കുള്ള ട്രാൻസിഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ പേഴ്സൺസ്. നമ്മൾ ആ വ്യക്തികളിൽ ഒരു നിക്ഷേപം നടത്തിയാൽ മാത്രമേ തിരിച്ച് അതുപോലുള്ള സ്നേഹവും കരുതലും തിരിച്ചുണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഈ പറഞ്ഞതിൽ നിന്നെല്ലാം ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലായി കാണും. ഈ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ 2 തലങ്ങളുണ്ട്. ഒന്ന് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്. വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെയുള്ളവരും നമ്മുടെ മുകളിലുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ. അതിനാണ് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് എന്ന് വിളിക്കുന്നത്. ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അദ്ദേഹത്തിന് മുകളിൽ പ്രിൻസിപ്പലുണ്ട്, അതിന് മുകളിൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലെ ജോയിൻറ്റ് ഡയറക്ടറോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് എ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്. ആൻഡ് ദർ ഇസ് എൻ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ്. നമ്മുടെ സമന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ. ഒരു അധ്യാപകനാണെങ്കിൽ മറ്റ് സഹ അധ്യാപകരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ മറ്റ് വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ഇത് രണ്ടും ബാലൻസ്ഡ് ആയിരിക്കണം. ചിലരുടെ കേസിൽ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്, പ്രത്യേകിച്ച് മുകളിലോട്ടുള്ള വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വളരെ നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ മേലധികാരികളുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വളരെ നന്നായിരിക്കും. പക്ഷേ കീഴ്ജീവനക്കാരായിട്ടും അതുപോലെ സമന്മാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ മോശമായിരിക്കും. ചിലരെ സംബന്ധിച്ച് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് വളരെ നന്നായിരിക്കും. ചില വിദ്യാർത്ഥികൾ മറ്റ് വിദ്യാർത്ഥികളോട് സമന്മാരായിട്ട് പെരുമാറാനുള്ള കഴിവുണ്ടായിരിക്കും. പക്ഷേ ജൂനിയർ വിദ്യാർത്ഥികളോടും അതേപോലെ അധ്യാപകരോടുമുള്ള റിലേഷൻഷിപ്പ് വളരെ മോശമായിരിക്കും. സോ ഇൻ എനി ഓർഗനൈസേഷൻ ഓർ ഇൻ ദ കേസ് ഓഫ് എനി പേഴ്സൺ, ബോത്ത് ദി വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് ഷുഡ് ബി ഗുഡ്. ഞാനൊരു വിദ്യാർത്ഥിയോട് ലൈഫ് സ്കില്ലിൻ്റെ വൈവയുടെ നേരത്ത് ചോദിച്ചു, നിങ്ങളുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്കിൽ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ വിദ്യാർത്ഥി പറഞ്ഞു, ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഞാൻ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഹൗ ഡു യു അസസ് ദാറ്റ്? പറഞ്ഞു, ഞാൻ ക്ലാസ്സിലുള്ള എല്ലാ വിദ്യാർത്ഥികളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഞാൻ സാന്ദർഭികമായി ചോദിച്ചു, വീട്ടിലാരൊക്കെയുണ്ട്? അപ്പോൾ താഴെ അനുജത്തിയുണ്ട്, ചേട്ടനുണ്ട്, അച്ഛനമ്മയുണ്ട്. സോ ഐ ആസ്ക് ദ ഗേൾ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഫാമിലി മെമ്പേഴ്സ്? അയ്യോ സാറേ, അത് അനിയത്തിയായിട്ട് ഭയങ്കര പ്രശ്നമാണ്, ചേട്ടനായിട്ടും വഴക്കിടാറുണ്ട്, അച്ഛനമ്മയായിട്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഈ വിദ്യാർത്ഥിനിയെ സംബന്ധിച്ച് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് വളരെ നല്ലതാണ്. പക്ഷേ വീട്ടിലെ താഴെയുള്ള അനിയത്തിയായിട്ടും മൂത്ത ജ്യേഷ്ഠനായിട്ടും അച്ഛനമ്മയായിട്ടും ഒക്കെ നിരന്തരം പ്രശ്നങ്ങളാണ്. അപ്പോൾ നല്ലൊരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ബോത്ത് അവർ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് ആൻഡ് വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് ഷുഡ് ബി ഗുഡ്. സോ ഐ അഡ്വൈസ് യു ടു ഇൻവെസ്റ്റ് ഇൻ പേഴ്സൺസ്, നോട്ട് ടു ഇൻവെസ്റ്റ് ഇൻ ബാങ്ക്സ്. ബാങ്കിലെ പണമായിട്ടല്ല നമ്മുടെ സമ്പാദ്യം ഉണ്ടാവേണ്ടത്. നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്ത് വലയത്തിലായിരിക്കണം, നമ്മുടെ ജോലി സ്ഥലത്തായിരിക്കണം, നമ്മളുമായിട്ട് ഇടപെടുന്ന വ്യക്തികളിലായിരിക്കണം നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, ഈ ലൈഫ് സ്കില്ലും ഇതിനോട് അടുത്തതായിട്ട് പറയുന്ന ലൈഫ് സ്കില്ലും ഒരുമിച്ച് ചേർത്തി വായിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സുമായി സമരസപ്പെടുന്നതിന് അല്ലെങ്കിൽ താതാത്മ്യം പ്രാപിക്കുന്നതിന്, അതല്ലെങ്കിൽ സ്ട്രെസ്സിനെ ഓവർകം ചെയ്യുന്നതിനുള്ള സ്കില്ലിനെയാണ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ട്. ഈ സ്ട്രെസ്സിനെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഈ സ്ട്രെസ്സിനെ നമ്മളെങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും വിചാരിക്കും സ്ട്രെസ് ഇല്ലാത്ത ജീവിതമാണ് ഏറ്റവും നല്ലതെന്ന്. പക്ഷേ മിനിമം ഒരു സ്ട്രെസ്സുള്ള ജീവിതമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഉള്ള കഴിവുകൾ നൽകുന്നത്. അപ്പോൾ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാന്നുള്ളത്. കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്, അടുത്ത സ്ലൈഡിലുള്ളത്. ഇമോഷൻസിനെ, നമ്മളുടെ വികാരങ്ങളെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നുള്ളത്. ആദ്യം നമുക്ക് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്സിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ലെറ്റ് us കൺസിഡർ വാട്ട് ആർ ദ കോസസ് ഓഫ് സ്ട്രെസ്. എന്താണ് ജീവിതത്തിലെ സ്ട്രെസ് നൽകുന്ന ഘടകങ്ങൾ? എൻജിനീയറിംഗ് അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ലോഡ് ബൈ ഏരിയ ആണ് സ്ട്രെസ്, അല്ലെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഒരു കുറഞ്ഞ ഏരിയയിൽ കൂടുതൽ ഫോഴ്സ് വരുമ്പോഴാണ് ഈ സ്ട്രെസ് ഉണ്ടാവുന്നത്. ഒരു കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ കൂടുതൽ ജോലികൾ വരുമ്പോഴാണ് ഈ സ്ട്രെസ് ഉണ്ടാവുന്നത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ എൻജിനീയറിംഗ് ഡെഫിനിഷൻ തന്നെ നോക്കിയാൽ മതി. ലോഡ് ബൈ ഏരിയ അല്ലെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്ന് അൺഹെൽത്തി കോമ്പറ്റീഷനാണ്, അനാരോഗ്യകരമായിട്ടുള്ള കോമ്പറ്റീഷൻ. സ്പീഡ് ഇൻ ലൈഫ്, ജീവിതം വളരെ സ്പീഡാണെന്ന്. ആ സ്പീഡിനനുസരിച്ച് നമുക്ക് ഓടിയെത്താൻ പറ്റാതെ ആകുമ്പോഴാണ് ജീവിതം വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നുന്നത്. നമ്മുടെ മാറിയ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ജീവിത രീതികൾ മാറി, ഭക്ഷണ രീതികൾ മാറി, ഇതെല്ലാം നമുക്കൊരു സ്ട്രെസ് ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ്.
ദെൻ ഓഫ് കോഴ്സ് പേഴ്സണൽ ട്രേറ്റ്സ്, ചില വ്യക്തിപരമായിട്ടുള്ള സ്വഭാവ വിശേഷങ്ങൾ. ചില വ്യക്തികൾക്ക് വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസാണ്. ചില അമ്മമാർക്ക് കുട്ടിക്കൊരു ചെറിയ പനി വന്നാൽ അത് ഭയങ്കര സ്ട്രെസ്സാണ്. ചില ആൾക്കാർക്ക് ജോലി സ്ഥലത്തുണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വളരെ സ്ട്രെസ്സാണ്. ചില ആളുകളെ സംബന്ധിച്ച് അവരുടെ ആരോഗ്യത്തിൽ വരുന്ന ചെറിയ പ്രശ്നങ്ങൾ വളരെ സ്ട്രെസ്സുള്ളതാണ്. ചില ആളുകൾ കോമ്പറ്റീഷനെ ഭയപ്പെടുന്നവരാണ്. അതുകൊണ്ടാണല്ലോ എൻട്രൻസ് എക്സാമിനേഷന് കുട്ടികൾക്ക് വളരെ സ്ട്രെസ് ഉണ്ടാവുന്നത്. ഒരു യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതുന്നതിനേക്കാളും സ്ട്രെസ്സ് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം അവിടെ കോമ്പറ്റീഷൻ ഉണ്ടെന്നുള്ളതാണ്. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളതല്ല എൻട്രൻസ് എക്സാമിനേഷൻ്റെ വിജയം, എത്രാമത്തെ റാങ്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അവസരങ്ങൾ കുറവാണ്, കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. ദിസ് ഈസ് ലീഡിങ് ടു എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. ദെൻ സ്പീഡ് ഓഫ് ദ ലൈഫ്. നമുക്ക് ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര മണിക്ക് ബസ് കയറണം, ഇത്ര മണിക്ക് ജോലി സ്ഥലത്ത് എത്തണം, അതിൻ്റെ ഇടയിൽ അനേകം പേഴ്സണൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സോ ദ ആക്ടിവിറ്റീസ് പെർ ഡേ ഈസ് ഹ്യൂജ്. ഒരു ദിവസത്തിനകത്ത് ചെയ്തു തീർക്കേണ്ട ജോലികൾ വളരെ വലുതാണ്. ആൻഡ് ദാറ്റ് ഈസ് കോസിങ് ദ സ്പീഡ് ഓഫ് ദ ലൈഫ്. അപ്പോൾ ഇത്തരം ഘടകങ്ങളാണ് പൊതുവിലായിട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന ഘടകങ്ങൾ. അൺഹെൽത്തി കോമ്പറ്റീഷൻ, സ്പീഡ് ഓഫ് ദ ലൈഫ്, ഹെൽത്ത് പ്രോബ്ലംസ്, ലൈഫ് സ്റ്റൈൽ, ദെൻ പേഴ്സണൽ ട്രീറ്റ്സ്. നെക്സ്റ്റ് ഈസ് എഫക്റ്റ് ഓഫ് സ്ട്രെസ്. എന്താണ് സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റുകൾ? ഒന്ന് ഹെൽത്ത് പ്രോബ്ലം. ഇന്നുണ്ടാകുന്ന പല അസുഖങ്ങളും സ്ട്രെസ് റിലേറ്റഡ് ആണ്. പ്രോബ്ലംസ് ഇൻ പേഴ്സണൽ ലൈഫ്. പലരും ജീവിതത്തിൽ പൊട്ടിത്തെറിക്കുന്നത് അവർക്കുണ്ടാകുന്ന സ്ട്രെസ് കാരണം കൊണ്ടാണ്. പലരുടെയും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വളരെ മോശമാകുന്നത് അവരിലുണ്ടാകുന്ന സ്ട്രെസ് കാരണം കൊണ്ടാണ്. നൗ വി ഹാവ് ലോട്ട് ഓഫ് സ്ട്രെസ് അറ്റ് ജോബ് ആൻഡ് ഇൻ പബ്ലിക് ലൈഫ്. ഈ കോവിഡ് കാലത്ത് പൊതുപ്രവർത്തകർക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളൊരു ഭാഗം. പൊതുപ്രവർത്തകർ, പോലീസ്, ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ്, അതുപോലെ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളത്. അപ്പോൾ കോവിഡ് കാരണം കൊണ്ടുണ്ടാക്കിയ സ്ട്രെസ് ഈ വിഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അതുപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത കുട്ടികൾ, വയോജനങ്ങൾ, ഇവരെല്ലാം വളരെ സ്ട്രെസ്ഡാണ്. അപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ കാരണം കൊണ്ട്, അതല്ലെങ്കിൽ ഒരു സമൂഹത്തിലുണ്ടായ ഒരു പ്രശ്നം കൊണ്ട് നൗ എ ഡേയ്സ് വി ആർ വെരി മച്ച് സ്ട്രെസ്ഡ്. നമുക്ക് വ്യായാമം ചെയ്യാൻ സാധിക്കുന്നില്ല, നമുക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കുന്നില്ല, ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകുന്നു, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇതെല്ലാം ഈ കോവിഡ് കാലത്ത് നമ്മുടെ സ്ട്രെസ്സ് വളരെയധികം കൂട്ടിയിട്ടുണ്ട്. ദെൻ സ്ട്രെസ്സുകൾ എക്സ്റ്റേണൽ സ്ട്രെസ്സേഴ്സിനും ഇൻറ്റേർണൽ സ്ട്രെസ്സേഴ്സിനും രണ്ടായിട്ട് തരംതിരിക്കാം. എക്സ്റ്റേണൽ സ്ട്രെസ്സേഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഘടകങ്ങൾ, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ സഹപ്രവർത്തകരുണ്ടാക്കുന്ന സ്ട്രെസ്സുകൾ, അതല്ലെങ്കിൽ പുറത്ത് സാമൂഹിക അവസ്ഥ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സുകൾ, ഇതിനെല്ലാം എക്സ്റ്റേണൽ സ്ട്രെസ്സേഴ്സ് എന്ന് വിളിക്കാം. ഇൻറ്റേർണൽ സ്ട്രെസ്സിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെമ്പേഴ്സ് ആയിരിക്കാം, നമ്മുടെ മൂഡുകളായിരിക്കാം, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം. ഇതെല്ലാം ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. അതല്ല മറ്റൊരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തു നിന്ന് അകത്തുനിന്ന് ഉണ്ടാവുന്ന സ്ട്രെസ്സുകളെ നമുക്ക് ഇൻറ്റേർണൽ സ്ട്രെസ് എന്നും സ്ഥാപനത്തിൻ്റെ പുറത്തുനിന്ന് ഉണ്ടാവുന്ന സ്ട്രെസ്സുകളെ എക്സ്റ്റേണൽ സ്ട്രെസ് എന്ന് വിളിക്കാം. ഒരു മാനേജറെ സംബന്ധിച്ച് പുറത്തുനിന്നുള്ള പല ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. പുറത്തുനിന്നുള്ള ഗവൺമെൻറ് ഏജൻസീസ്, പുറത്തുനിന്നുള്ള പൊളിറ്റീഷ്യൻസ്, പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സ്, അവരിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്സിനെ വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ സ്ട്രെസ് എന്ന് വിളിക്കാം. ഇൻറ്റേർണലായിട്ട് ഈ മാനേജറുടെ താഴെയും മുകളിലുമുള്ള സ്ഥാപനത്തിലെ വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന സ്ട്രെസ്, ദാറ്റ്സ് ഇൻറ്റേർണൽ സ്ട്രെസ്. അങ്ങനെയും വേണമെങ്കിൽ തരംതിരിക്കാം. അപ്പോൾ ഒന്നുകിൽ വ്യക്തിക്ക് സ്വയമായിട്ട് ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെ കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സുകൾ ഇൻറ്റേർണൽ സ്ട്രെസ് എന്നും അതിന് പുറത്തുള്ളതിനെ എക്സ്റ്റേണൽ സ്ട്രെസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന് അകത്തുള്ള സ്ട്രെസ്സുകളെ ഇൻറ്റേർണൽ സ്ട്രെസ് എന്നും സ്ഥാപനത്തിൻ്റെ പുറത്തുനിന്ന് ഫേസ് ചെയ്യേണ്ടി വരുന്ന സ്ട്രെസ്സുകളെ എക്സ്റ്റേണൽ സ്ട്രെസ്സിങ് ഫാക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അടുത്തത് ഒരു സ്ട്രെസ്സിൻ്റെ സിംറ്റം എന്താണ്? പലപ്പോഴും പേഴ്സണൽ സ്ട്രെസ്സിൻ്റെ സിംറ്റമായിട്ട് കാണുന്നത് ഒരു ബേസ്റ്റിംഗ് ഔട്ടാണ്, ഒരു പൊട്ടിത്തെറിയാണ്. അത് കരച്ചിലായിരിക്കാം, ദേഷ്യമായിരിക്കാം, അതല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം സ്റ്റെപ്പിൽ എന്തെങ്കിലും ഫിസിക്കൽ അസോൾട്ടായിരിക്കാം. പലപ്പോഴും ഒരു സംഘർഷം വരുമ്പോൾ ആ സ്ട്രെസ്സിൻ്റെ ഒരു എക്സ്റ്റേണൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ അസോൾട്ടാണ്, ഒരു ആക്രമണമായിരിക്കാം. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ സ്ട്രെസ്സിൻ്റെ എക്സ്ട്രീം ലെവലിലെത്തുമ്പോൾ ഒരു പക്ഷേ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തായിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രെസ്സിൻ്റെ ലക്ഷണങ്ങൾ. ശാരീരിക പ്രശ്നങ്ങളുണ്ടാവാം, മാനസിക പ്രശ്നങ്ങളുണ്ടാവാം, മറ്റ് വ്യക്തികളോടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, സമൂഹത്തോടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഇതൊക്കെയാണ് സ്ട്രെസ്സിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്? സ്ട്രെസ് മാനേജ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ എന്ത് വേണമെന്നറിയോ? ഏത് ഇൻ്റലിജൻസ് ആവശ്യമാണ്? സ്ട്രെസ് മാനേജ് ചെയ്യണമെങ്കിൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ഓർ മോറൽ ഇൻ്റലിജൻസ് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ലോജിക്കൽ ഇൻ്റലിജൻസ് ആവശ്യമാണ്. അതുപോലെ ഒരു ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് ആവശ്യമാണ്. ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് ആവശ്യമാണ്. പലപ്പോഴും സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മളുടെ മോറൽ ഇൻ്റലിജൻസാണ്
നമുക്ക് നൽകുന്ന മോറൽ സപ്പോർട്ട്. ഇപ്പോൾ ദൈവവിശ്വാസിയായിട്ടുള്ള ഒരാൾ സ്ട്രെസ്സുള്ള സമയത്ത് ചെയ്യുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. യോഗ ചെയ്യുന്ന ഒരാൾ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ മോറൽ ഇൻ്റലിജൻസ് നിന്ന് ലഭിക്കുന്നൊരു കാര്യമാണ്. ഒരു യുക്തിവാദിയെ സംബന്ധിച്ച് അദ്ദേഹം ലോജിക്കലായിട്ടായിരിക്കും ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നത്. നല്ലൊരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൽ നിന്നായിരിക്കും ഒരു പ്രശ്നപരിഹാരം നേടുന്നത്. അപ്പോൾ പല രീതിയിലാണ് നമ്മൾ സ്ട്രെസ്സിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. മേ ബി ത്രൂ എ മോറൽ ഇൻ്റലിജൻസ്, മേ ബി ത്രൂ എൻ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, മേ ബി ത്രൂ എൻ ഇൻട്രാപേഴ്സണൽ റിലേഷൻഷിപ്പ്. സ്വയമായിട്ട് ഈ സ്ട്രെസ്സ് നിയന്ത്രിക്കാനുള്ള കഴിവിനെയാണ് ഇൻട്രാപേഴ്സണൽ സ്കിൽസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ലോജിക്കലായിട്ട് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് ദിസ് ഈസ് എൻ അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻ, എനിക്കിത് മാറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, അതുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്ത് ജീവിക്കുക എന്ന് ഉള്ളതൊരു ലോജിക്കൽ അനാലിസിസാണ്. ഇപ്പോൾ ഇന്നസെൻ്റ് ക്യാൻസറിനെ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പല പ്രസംഗങ്ങളിലും പുസ്തകങ്ങളിലൊക്കെ വിവരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ക്യാൻസർ വന്നു എന്നുള്ളത് ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ്. ക്യാൻസർ വാർഡിലെ ചിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ എങ്ങനെ നമുക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം? സാധാരണ ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ടെക്സ്ച്വൽ സൊല്യൂഷൻസാണ്. അതായത് ഒന്ന് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്. സാധാരണ എപ്പോഴും പറയുന്നതാണ് നമ്മൾ ഒരു ഡീപ്പ് ബ്രീത്തിങ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. ശരിയാണത്. പക്ഷെ അതിന് മനസ്സും കൂടെ പാകപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഡീപ്പ് ബ്രീത്തിങ് എടുക്കുമ്പോൾ മനസ്സും അതിനനുസരിച്ച് ശാന്തമാക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ജേക്കബ്സൺസ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷനാണ്. അതായത് മസിൽസിനെ സ്ട്രെച്ച് ചെയ്യുക, റിലാക്സ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ മനസ്സിലൊരു മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെയാകുമ്പോഴും ഒരു സ്ട്രെസ് റിലാക്സേഷൻ വരും. ദെൻ എയ്ഡഡ് ഇമാജറി. നമ്മൾ പലപ്പോഴും മനസ്സിലെ ഒരു കാര്യം ധ്യാനിച്ചുകൊണ്ട് മനസ്സിൻ്റെ ശ്രദ്ധ ആ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിന് ഒരു ശാന്തി ലഭിക്കുവാനായിട്ട് സാധിക്കും. ഈ രുദ്രാക്ഷവും അതുപോലെ ജപമാലയൊക്കെ ഉപയോഗിച്ച് ഈ പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒരു എയ്ഡഡ് ഇമേജറിയാണ് ചെയ്യുന്നത്. മനസ്സിനെ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവർ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാണ് ചെയ്യുന്നത്. മറ്റൊന്ന് ആൽക്കലൈൻ ബാത്താണ്. അത് ഒരു മെഡിക്കൽ സൊല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ട്രാൻസെൻഡൻ്റൽ മെഡിറ്റേഷൻ, അതീന്ദ്രിയ ധ്യാനം, യോഗ. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് അതിലേക്ക് പാകപ്പെടുത്താതെ ഒരു പരിഹാരം ഉണ്ടാവില്ല. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. ഒരു കൗൺസിലറുടെ കയ്യിൽ നിന്ന് അഡ്വൈസ് എടുക്കുക എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സാണ്. എൻട്രൻസ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട് വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള പല വിദ്യാർത്ഥികളെയും പല കൗൺസിലർമാരും കൗൺസിൽ ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. അവരുടെ സ്ട്രെസ് മാനേജ്മെൻറ്റിന് സഹായിച്ചിട്ടുണ്ട്. പലപ്പോഴും വിദ്യാർത്ഥികൾ പരീക്ഷയുടെ അന്നാവുമ്പോൾ പരീക്ഷ എഴുതണ്ടെന്ന് തീരുമാനിക്കും. എക്സാം സ്കൂട്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി. ഇതെന്തുകൊണ്ടാണെന്നറിയോ? ആ സ്ട്രെസ്സിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. പരീക്ഷ എഴുതിയാൽ തോക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. ലെറ്റ് എനിത്തിങ് ഹാപ്പൻ, എന്ത് വേണമെങ്കിൽ സംഭവിക്കട്ടെ, ഞാൻ പരീക്ഷ എഴുതും. അതാണ് ഒരു സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്ക്. അപ്പോൾ ബോധപൂർവമായ ഒരു തീരുമാനത്തിൽ കൂടെ അല്ലാതെ ഈ പറഞ്ഞ ടെക്നിക്കുകൾ കൊണ്ട് മാത്രം നമുക്കൊരു സ്ട്രെസ് റിലീഫ് ലഭിക്കില്ല. പിന്നെ ഒരു കാര്യം വളരെ മനസ്സിലാക്കുക, മിനിമം ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജീവിതം മുന്നോട്ട് ചലിക്കുകയുള്ളൂ. പലപ്പോഴും ഒരു ജോലിയും ചെയ്യാനില്ലാത്തൊരവസ്ഥ, പ്രത്യേകിച്ച് ഈ കൊറോണ കാലത്ത്, പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർക്ക് ഒരു സ്ട്രെസ്സും ഇല്ല. ജോലിക്ക് പോകണ്ട. അപ്പോൾ തോന്നുന്ന സമയത്തായിരിക്കും എണീക്കുന്നത്. കാലത്തെ ഭക്ഷണം ഉച്ചയ്ക്കായിരിക്കും കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഉച്ചത്തെ ഭക്ഷണം രാത്രിയായിരിക്കും കഴിക്കുന്നത്. രാത്രി പിന്നെ സിനിമയെല്ലാം കണ്ടിട്ട് വളരെ ലേറ്റായിട്ടായിരിക്കും ചിലപ്പോൾ ഉറങ്ങുന്നത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. പക്ഷെ അതേസമയം ഈ കൊറോണയ്ക്ക് മുമ്പ് ഈ വ്യക്തി തന്നെ ജോലിക്ക് പോയിരുന്ന സമയത്ത് കൃത്യസമയത്ത് എണീക്കും, കൃത്യസമയത്ത് പ്രഭാത കാര്യങ്ങൾ ചെയ്യും, ഭക്ഷണം കഴിക്കും, ജോലിക്ക് പോകും, ജോലി വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്യും. സോ ലൈഫ് വാസ് ഗോയിങ് ഇൻ ദാറ്റ് വേ. അപ്പോൾ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് മിനിമം ഒരു സ്ട്രെസ് ആവശ്യമാണെന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. പക്ഷേ ഓവർ സ്ട്രെസ്ഡ് ആകുമ്പോൾ നമുക്ക് പല ശാരീരിക മാനസിക പ്രശ്നങ്ങളുണ്ടാവും. അതിന് പരിഹാരം കാണാനായിട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യും. കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്. നേരത്തെ ഞാൻ പറഞ്ഞു കോപ്പിംഗ് വിത്ത് ഇമോഷൻസും കോപ്പിംഗ് വിത്ത് സ്ട്രെസ്സും തമ്മിൽ പരസ്പര ബന്ധമുണ്ടെന്നുള്ളത്. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാര വിചാരങ്ങൾ, അതിനാണ് ഇമോഷൻസ് എന്ന് വിളിക്കുന്നത്. അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ മനുഷ്യനുള്ളൊരു ഗിഫ്റ്റാണ് ഇമോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് ഇമോഷൻസ്? ആങ്കർ, ഫിയർ, സാഡ്നെസ്, ഫ്രസ്ട്രേഷൻസ്, ഹാപ്പിനെസ്, ലവ് ആൻഡ് എഫെക്ഷൻ. ഇതെല്ലാം ഇമോഷൻസാണ്. ദേഷ്യം, ഭയം, ദുഃഖം, ഫ്രസ്ട്രേഷൻ, സന്തോഷം, സ്നേഹവും കരുതലും, ഇതെല്ലാം മനുഷ്യൻ്റെ ഇമോഷൻസാണ്. ചില ഇമോഷൻസ് നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കാം, ചില ഇമോഷൻസ് നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കാം.
ഇപ്പോൾ ലവ് ആൻഡ് കെയർ എന്ന് പറഞ്ഞ ഇമോഷൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ നോബഡി ലൈക്സ് ആങ്കർ, ഫിയർ, സാഡ്നെസ്, ഫ്രസ്ട്രേഷൻ എക്സെട്ര. അപ്പോൾ മനുഷ്യനുള്ള വലിയൊരു ഗിഫ്റ്റാണ് ഇമോഷൻ എന്ന് പറയുന്നത്. മൃഗങ്ങൾക്കൊന്നും ചിരിക്കാനുള്ള കഴിവില്ല. അവർ സന്തോഷിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. തീർച്ചയായിട്ടും അവർ സന്തോഷിക്കുന്നുണ്ടായിരിക്കണം. പക്ഷേ സന്തോഷിക്കുന്നതുകൊണ്ടാണല്ലോ ഒരു പട്ടി അല്ലെങ്കിൽ നായ വന്നിട്ട് വാലാട്ടുന്നത്. അതതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുകയാണല്ലോ. പക്ഷെ മനുഷ്യന് അതിനേക്കാളും കൂടുതൽ സന്തോഷിക്കുന്നതിനുള്ള കഴിവുകളുണ്ട്. അൺബാലൻസ്ഡ് ഇമോഷൻസാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇമോഷൻസിന് ബാലൻസ്ഡ് അല്ലെങ്കിൽ അമിതമായി കരയുന്ന ആൾക്കാർ, കരയാത്തവരാരും തന്നെ ജീവിതത്തിലില്ല. പക്ഷെ വാവിട്ട് കരയുന്ന അല്ലെങ്കിൽ ഒരു ദുഃഖത്തെ, ഒരു വേദനയെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ, അമിതമായി ആഹ്ലാദിക്കുന്നവരുണ്ട്, പൊട്ടിച്ചിരിക്കുന്നവരുണ്ട്, സന്തോഷത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ, ലവ് ആൻഡ് എഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവർക്ക് ഭയങ്കര പൊസസീവായിരിക്കും. ഈ വ്യക്തി എൻ്റേതാണ്, എൻ്റേത് മാത്രമാണ്, ഞാൻ മാത്രം സ്നേഹിക്കുന്ന ഒരാളാണ്, മറ്റാരും ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല എന്നുള്ള പൊസസീവ്നെസ് ഉണ്ടാവും. ഓവറായിട്ട് ലവ് ആൻഡ് എഫെക്ഷൻ ആളുകൾക്ക് ഉണ്ടാവുന്നതാണ് പൊസസീവ്നെസ്. എൻ്റേത് മാത്രമാണ്, മറ്റാരും ഈ വ്യക്തിയെ സ്നേഹിക്കാൻ പാടില്ല, കരുതാൻ പാടില്ല എന്നുള്ള അവസ്ഥ. പക്ഷേ എല്ലാ വ്യക്തിക്കും പല റോളുകളുണ്ട്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ മകളാണ്, സഹോദരിയാണ്, അമ്മയാണ്, ഭാര്യയാണ്, സഹപ്രവർത്തകയാണ്, ഒക്കെയാണ്. അപ്പോൾ ഒരു ഭർത്താവ് എൻ്റെ ഭാര്യയാണ് എന്ന് കണക്കാക്കുമ്പോൾ തന്നെ വേറെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ മക്കളുടെ അമ്മയാണ്. എൻ്റെ ഭാര്യയ്ക്ക് സഹോദരി സഹോദരന്മാരുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്. അവർക്ക് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുണ്ട്. അവരുമായിട്ട് അവർക്ക് ഇൻട്രാക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓവർ ലവ് ആൻഡ് എഫെക്ഷൻ വരുമ്പോൾ ആണ് ഈ പൊസസീവ്നെസ് വരുന്നത്. എൻ്റേത് മാത്രമാണെന്ന് കരുതുന്നത്. ഓവറായിട്ട് സന്തോഷിക്കുന്നവർക്കാണ് ദുഃഖം അടക്കാനായിട്ട് കൂടുതൽ ബുദ്ധിമുട്ട് കാണുന്നത്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഫ്രസ്ട്രേഷൻസ്, ജീവിതത്തിൽ ആകെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇമോഷൻസിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും? പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ ആങ്കർ എന്ന് പറഞ്ഞ ഇമോഷൻ അത്ര നല്ലതല്ല എന്ന്. പക്ഷേ ജീവിതത്തിൽ നമ്മൾ ആംഗ്രി ആയില്ലെങ്കിലും നമ്മൾ ആങ്കർ കാണിക്കേണ്ടതായിട്ട് വരും. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ആങ്കറിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യം പറഞ്ഞ് ചീത്ത പറയുന്നു വേണ്ട, പക്ഷെ നമ്മുടെ മുഖഭാവത്തിൽ കൂടെ നമുക്ക് പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കണം ഐ ഡോണ്ട് ലൈക്ക് ദിസ് എന്നുള്ളത്. ഭയം എന്ന് പറഞ്ഞൊരു കാര്യമില്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ അതിസാഹസികന്മാർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, അവർക്ക് ഭയം എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇല്ല. അതുകൊണ്ട് അവരുടെ അതിസാഹസികത കാരണം കൊണ്ട് പലപ്പോഴും അപകടത്തിൽ ചെന്ന് കേടാണ്. അപ്പോൾ ഭയം എന്ന് പറഞ്ഞ ഫാക്ടർ നമുക്ക് ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട്. ആങ്കർ എന്ന് പറഞ്ഞ ഫീലിംഗ് നമുക്ക് ആവശ്യമാണ്. പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്തതാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ നമ്മുടെ മുഖഭാവം ഒരുപക്ഷെ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അല്ലാതെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ മുതലെടുക്കാനായിട്ട് സാധിക്കും. സാഡ്നെസ്, എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട്. ദുഃഖങ്ങളുടെ കൂടെയാണ് സന്തോഷം വരുന്നത്. ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നത് ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ്. അതുപോലെ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ളൊരു കഴിവ്, ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്, അത് പലപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർക്ക് സ്നേഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ, സ്നേഹിക്കപ്പെടാനുള്ള കഴിവുണ്ടായിരിക്കില്ല. ചില അമ്മമാരെ മക്കളെ സ്നേഹിക്കും, പക്ഷെ മക്കൾ തിരിച്ച് സ്നേഹിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കില്ല, പക്ഷെ അവർ ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നവരായിരിക്കും. അപ്പോൾ ഈ ഇമോഷൻസിനെ എല്ലാം നമുക്ക് റൈറ്റ് ഡിഗ്രിയിൽ പ്രകടിപ്പിക്കുന്നതിനും റൈറ്റ് ഡിഗ്രിയിൽ മാനേജ് ചെയ്യുന്നതിനും സാധിക്കണം. എല്ലാ ഇമോഷൻസും എല്ലാവർക്കും ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു നിർവികാര ജീവിയായിരിക്കും. ഒരിക്കലും ദേഷ്യപ്പെടാത്ത ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ എന്താ പ്രശ്നമെങ്കിൽ അവർക്ക് ജീവിതം വളരെ സക്സസ്ഫുള്ളായിട്ട് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നതിന് സാധിക്കില്ല. ലെറ്റ് ദം ഡു എനിത്തിങ്, അവരെന്തെങ്കിലും ചെയ്തോട്ടെ. ഒരിക്കലും ദേഷ്യം വരാത്ത അധ്യാപകരുണ്ട്. ക്ലാസ്സിൽ എന്ത് വിദ്യാർത്ഥികൾ പ്രശ്നം ഉണ്ടാക്കിയാലും യാതൊരു ദേഷ്യമില്ലാത്ത അധ്യാപകരെ കണ്ടിട്ടുണ്ട്. മക്കൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഒരു പ്രശ്നമില്ലാത്ത രക്ഷിതാക്കളെ കണ്ടിട്ടുണ്ട്. അത് സത്യത്തിൽ അവർക്ക് ആങ്കർ എന്നുള്ള ഫീലിംഗ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ അവർ ആ വിഭാഗത്തെ ഇഗ്നോർ ചെയ്യാണ്, അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് കണക്കാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആങ്കർ എന്നുള്ള ഫീലിങ്ങും ഒരു കൺട്രോളിങ്ങിന് ആവശ്യമാണെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഇതിൽ ഞാൻ കുറച്ച് നവരസങ്ങളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കലാമണ്ഡലം ഗോപി ആശാൻ്റെ ഈ നവരസങ്ങളുടെ പ്രകടനം നിങ്ങൾക്ക് കാണാം. ശൃംഗാരം, അതായത് ലവ് ആൻഡ് ഹാപ്പിനെസ്, അതിനാണ് ശൃംഗാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാസ്യം, ക്രിട്ടിസൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാറ്റയറാണ്. ഹാസ്യാക്ഷേപം എന്ന് പറയുന്നത് ഒരു സാറ്റയറാണ്. കരുണം, കരുണം എന്ന് പറഞ്ഞാൽ ക്രൈയിങ്. സാഡ്നെസ്, അതിനാണ് കരുണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രൗദ്രം, രൗദ്രം എന്ന് പറഞ്ഞാൽ ആംഗ്രി. വീരം, ഡയർനെസ്, ഭയമില്ലാത്ത അവസ്ഥയിനാണ് വീരം എന്ന് പറയുന്നത്. ഭയാനകം, അതായത് ടെറിബിൾ, വളരെയധികം ഭയപ്പെടുത്തുന്നതിനാണ് ഭയാനകം എന്ന് പറയുന്നത്. ബീഭത്സം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പും കൂടി ഹൊറിഫൈയിങ്. ഇത് ഈ ഭയത്തിൻ്റെ പല ലെവലുകളാണ്. രൗദ്രം, വീരം, ഭയാനകം,
ബീബൽസം. ഇത് ഇങ്ങനെ ഒരു എസ്കലേറ്റിംഗ് ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ വളരെ അത്ഭുതത്തോടു കൂടി നോക്കി കാണാനുള്ള കഴിവ്. ദെൻ ശാന്തം എന്ന് പറഞ്ഞാൽ പീസാണ്, സമാധാനം. മറ്റൊന്ന് പലപ്പോഴും പെൺകുട്ടികളൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു വികാരമാണ് ലജ്ജ, ഷൈനസ്. അതും ഒരു ഫീലിംഗ് ആണ്. മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു ലജ്ജ തോന്നുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു ഷൈനസ് തോന്നുന്ന അവസ്ഥ. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ പല ഇമോഷൻസ്. ഞാൻ കഥകളിയുമായി ബന്ധപ്പെട്ട നവരസങ്ങൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമ്മളുടെ ഇമോഷൻസാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണ്, അതിൻ്റെ അറ്റൈൻമെൻറ്റ് എങ്ങനെയാണെന്ന് ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. അതുകൊണ്ട് ഇനിയും വൈകിയ ഈ വേളയിൽ വീണ്ടും അത് രണ്ടാമതും ചർച്ച ചെയ്യുന്നില്ല. ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്പോർട്ടൻസ്, അതെങ്ങനെ നമുക്ക് സ്വായത്തമാക്കാമെന്നെല്ലാം ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൽ ഞാൻ ചർച്ച ചെയ്തിരുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്നത് ലൈഫ് സ്കിൽ ആൻഡ് ലൈഫ് ലോങ് പ്ലഡ്ജ്. ഓരോ സ്കില്ലുകളും നമുക്ക് സ്വായത്തമാക്കുന്നതിന്, ഇവിടെ സ്കില്ലുകളെ കുറിച്ചല്ല, ആ സ്കില്ലുകൾ ഉണ്ടാകാൻ വേണ്ട ചില പേഴ്സണൽ ക്വാളിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ചർച്ച ചെയ്ത 10 ലൈഫ് സ്കില്ലുകൾ സ്വായത്തമാക്കുന്നതിന് വേണ്ട ചില പേഴ്സണൽ ക്വാളിറ്റീസ്, അത് എങ്ങനെ നേടാമെന്നുള്ള നമ്മുടെ ബോധപൂർവമായ ഒരു ലൈഫ് ലോങ് പ്ലഡ്ജ്, ജീവിതം മുഴുവൻ ഉള്ളൊരു പ്ലഡ്ജാണ് ഞാൻ എങ്ങനെ ഈ ക്വാളിറ്റീസ് നേടുന്നുള്ളത്. ഇൻ്റഗ്രിറ്റി നേടണമെങ്കിൽ ടു ബി ഹോണസ്റ്റ് ആൻഡ് സിൻസിയർ. ഇനീഷ്യേറ്റീവ്, ടു ഡു സംതിങ് ബിക്കോസ് ഇറ്റ് നീഡ്സ് ടു ബി. ഒരു കാര്യം ആവശ്യമാണെന്നുള്ളതുകൊണ്ട് അത് ചെയ്യുക, അതിനെയാണ് ഇനീഷ്യേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഫ്ലെക്സിബിലിറ്റി, ദ എബിലിറ്റി ടു ഓൾട്ടർ പ്ലാൻസ് വെൻ ഇറ്റ് ഈസ് നെസസറി. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ മറ്റ് പല വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥതകൾ, അതല്ലെങ്കിൽ സ്വഭാവങ്ങൾ, ഇതൊക്കെ ഫ്ലെക്സിബിൾ ആക്കാനുള്ളൊരു കഴിവ്. പെർസീവറൻസ്, ടു സ്റ്റേ വിത്ത് സംതിങ് അണ്ടിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്. അത് നമ്മളൊരു വിൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നേരത്തെ ചർച്ച ചെയ്തിരുന്നു. വിൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നേടുന്നത് വരെ അതിനുവേണ്ടി യത്നിക്കാനുള്ള കഴിവ്, അതിനാണ് പെർസീവറൻസ് എന്ന് വിളിക്കുന്നത്. ഓർഗനൈസ്, ഇത് പ്ലാനിങ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കഴിവാണ്. ടു പ്ലാൻ, അറേഞ്ച്, കീപ് തിങ്സ് ടുഗദർ, ഇതെല്ലാം ഓർഗനൈസിങ്ങിൻ്റെ ഭാഗമാണ്. കെയറിങ്, ടു ഫീൽ കൺസേൺ അബൌട്ട് അതേഴ്സ്, അതായത് എമ്പതിനെയാണ് കെയറിങ് എന്ന് വിളിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് ആണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. കോമൺ സെൻസ്, ഇതെല്ലാം കൂടി ചേർന്നതിനെയാണ് കോമൺ സെൻസ് എന്ന് വിളിക്കുന്നത്. പ്രോബ്ലം സോൾവിങ് സ്കിൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. റെസ്പോൺസിബിലിറ്റി, ടു ബി അക്കൗണ്ടബിൾ ഫോർ സംതിങ്, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മളെടുത്ത ഡിസിഷനെ കുറിച്ചുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് വിളിക്കുന്നത്. പേഷ്യൻസ്, ക്ഷമ, ടു വെയിറ്റ് ഫോർ സംതിങ്, എന്തെങ്കിലും ലഭിക്കുന്നതിന് വേണ്ടി ക്ഷമയോടുകൂടി പ്രയത്നിക്കാനുള്ള കഴിവ്. എഫേർട്ട്, ടു വർക്ക് ഹാർഡ്. ക്യൂരിയോസിറ്റി ഒന്നാം ഭാഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. എന്താണ് ക്യൂരിയോസിറ്റി എന്നുള്ളത്? എ ഡിസയർ ടു ലേൺ ആൻഡ് നോ തിങ്സ്, കാര്യങ്ങൾ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനുള്ളൊരു ആകാംക്ഷയെയാണ് ക്യൂരിയോസിറ്റി എന്ന് വിളിക്കുന്നത്. കോപ്പറേഷൻ അഥവാ സഹകരണം, വർക്കിംഗ് ടുഗദർ, ഇതെല്ലാം ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. സെൻസ് ഓഫ് ഹ്യൂമർ, അതാണ് ഹാസ്യം എന്ന് നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിരുന്നു. ഹാസ്യം പറയുന്നതിനും ഹാസ്യം ആസ്വദിക്കുന്നതിനുമുള്ള ഒരു കഴിവ്. കറേജ്, ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള കഴിവിനെയാണ് കറേജ് എന്ന് വിളിക്കുന്നത്. ദെൻ പ്രൈഡ്, പൊസസീവ്നെസ്, ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ അഭിമാനമുണ്ടെന്നുള്ളത്. പ്രൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അഹങ്കാരം എന്ന അർത്ഥത്തിലല്ല, അഭിമാനം എന്ന അർത്ഥത്തിലാണ് പ്രൈഡ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത്. ലൈഫ് സ്കിൽ എന്ന വിഷയം 3 ഭാഗങ്ങളായിട്ടാണ് അവതരിപ്പിച്ചത്. ഒന്നാമത്തെ ഭാഗത്തിലാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന കാര്യം ചർച്ച ചെയ്തത്. രണ്ടാമത്തെ ഭാഗത്തിൽ ആകെയുള്ള 10 ലൈഫ് സ്കില്ലുകളിൽ ആദ്യത്തെ 6 ചർച്ച ചെയ്തത്. മൂന്നാമത്തെ ഭാഗം ആയ ഈ പ്രസൻറ്റേഷനിൽ ബാക്കിയുള്ള 4 ലൈഫ് സ്കില്ലുകളും ചർച്ച ചെയ്തു. ഇത്ര നീണ്ട സമയം എടുക്കുന്നതിനിടയായത് ഇതിൻ്റെ പ്രായോഗിക തലങ്ങൾ അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളെക്കാൾ കൂടുതൽ ജീവിതം അനുഭവമുള്ളവരിൽ നിന്ന്, നമ്മുടെ അധ്യാപകരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, പ്രായത്തിൽ മുതിർന്നവർ മാത്രമല്ല കൂടുതൽ ജീവിത അനുഭവങ്ങൾ ഉള്ളവരിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ്. ഒരുപക്ഷെ നമ്മളെക്കാൾ താഴ്ന്ന പ്രായമുള്ളവരിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. വി ഷുഡ് ലേൺ ഫ്രം അതേഴ്സ്, ഈവൻ ഫ്രം അതേഴ്സ് മിസ്റ്റേക്സ്. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും നമ്മൾ പാഠങ്ങൾ പഠിക്കേണ്ടതാണ്. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുവാൻ ഇടയാകരുത്. ഹെൽമെറ്റ് വയ്ക്കാതെ നമ്മുടെ ഒരു സുഹൃത്ത് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു പാഠമായിരിക്കണം. നമ്മൾ മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാൻ ഇടയാകരുത്. ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ഒരു കാര്യം, 10 ഇൻ്റലിജൻസിനും 10 ലൈഫ് സ്കില്ലിനും അവർ സ്വയം ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഓരോ സ്കില്ലുകളും അവർക്ക് എത്രയുണ്ടെന്ന് സ്വയം വിലയിരുത്തിക്കൊണ്ട്
അതിന് 10 മാർക്ക് നൽകുക. ഓരോ ഇൻ്റലിജൻസിനും അതുപോലെ തന്നെ ഓരോ ലൈഫ് സ്കില്ലിനും 10 മാർക്ക് നൽകുക. അങ്ങനെ നൽകിയാലേ അവർക്ക് അത് വിലയിരുത്താനായിട്ട് സാധിക്കും. ഏതൊക്കെ ഇൻ്റലിജൻസാണ് എനിക്ക് കൂടുതലുള്ളത്, ഏതൊക്കെ സ്കില്ലാണ് എനിക്ക് കൂടുതലുള്ളത്, ഏതൊക്കെ ഇൻ്റലിജൻസും ഏതൊക്കെ സ്കില്ലുകളുമാണ് എനിക്ക് കുറവുള്ളത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ സ്വയം വിലയിരുത്തിക്കൊണ്ട് അതിന് വേണ്ട കറക്റ്റീവ് മെഷേഴ്സ് നടത്തിക്കൊണ്ട് ജീവിതം കൂടുതൽ വിജയപ്രദമാകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.